ഇതിങ്ങനെ മാറി മാറി അടിച്ചു വരവേ പ്രൊജക്ടറിൽ കാണുന്ന രൂപത്തോട് ചേർന്ന് ഒരു രൂപം ഇരുട്ടിൽ നിൽക്കുന്നതായിട്ട് കാണാം. ഇവള് പേടിച്ചരണ്ട് ആ പ്രൊജക്ടർ നിലത്തേക്കിടും. ഉടനെ ആ പെരുത്ത രൂപം ശബ്ദം വെച്ച് അതിനെന്തോ പറ്റിയ കണക്കെ ആർത്ത് വിളിക്കുന്നുണ്ട്. ഇനി ഈ ലൈറ്റ് അടിച്ചതിൽ അതിന്റെ കാല് വെന്താണാവോ എന്താണെന്നറിയില്ല. എന്തായാലും അതിന് നൊന്തിട്ടുണ്ട്. ആ ഗ്യാപ്പിന് നമ്മുടെ ചെക്കനും പെണ്ണും ഓടി വണ്ടിക്കകത്ത് കയറും. ഉടനെ ആ വണ്ടിയെ പല ഭാഗത്തു നിന്നും എന്തോ തല്ലി പൊളിക്കാൻ ശ്രമിക്കുന്ന ശബ്ദം കേൾക്കാം. കുറെ നേരം ഇത് കടന്ന് കുലുങ്ങുന്നുണ്ട്. ഇവരിങ്ങനെ പേടിച്ചരണ്ട് നിൽക്കുക, എന്താ ചെയ്യേണ്ടെന്നറിയാതെ. അപ്പൊ ഹീറോയോട് പറയും, പെട്ടെന്ന് തന്നെ വാൻ എടുക്ക്, നമുക്ക് ഇവിടുന്ന് മാറിപ്പോണം, ഇവിടെ സഹായത്തിന് ആരുമില്ലെന്ന്. ഇവൻ വാൻ എടുക്കാൻ വേണ്ടി കീ തപ്പി നോക്കുമ്പം പോക്കറ്റിൽ കീ കാണുന്നില്ല. അത് പുറത്തെവിടെയോ മിസ്സായി. ചാവി പുറത്താണ്. എനിക്ക് എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയേ പറ്റൂ, നമുക്ക് വേറെ വഴിയില്ലാന്നും പറഞ്ഞ് ഇവൻ ഡോറും തുറന്ന് പുറത്തേക്ക് ഇറങ്ങും. അപ്പോഴേക്കും ആ പ്രയത്തിന്റെ പ്രസൻസ് ഒക്കെ അവിടെ നിന്ന് മാറിപ്പോയി കഴിഞ്ഞു. ഇവൻ കയ്യിലൊരു ബാറ്റും എടുത്ത് ഈ കീ തപ്പി ഇറങ്ങുക. പ്രയത്തിനെ ബാറ്റ് കൊണ്ട് നേരിടാൻ പോകുന്ന ആദ്യ കുലപുരുഷനാണ് നമ്മുടെ ഹീറോ. എന്തായാലും കീ ചുറ്റുമൊന്നും കാണുന്നില്ല. ടോർച്ചടിച്ച് കാട്ടിലേക്ക് നോക്കുമ്പോൾ ദൂരെ ഒരു വള്ളിയിൽ കുടുങ്ങിയതുപോലെ ഈ കീ തൂങ്ങിക്കിടക്കുന്നതായിട്ട് കാണാം. ഇവൻ മെല്ലെ അതിനടുത്തേക്ക് ചെന്ന് ആ കീ തട്ടിയെടുക്കുക. ചുറ്റും നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഈ കീ എടുത്തു കഴിഞ്ഞ് തിരിയുമ്പണ്ട് ഒരു കോട്ടിട്ട തന്ത. അതിനെ കണ്ടവൻ പേടിച്ച് നിലത്ത് വീഴ. പെട്ടെന്ന് നമ്മുടെ പെൺകുട്ടി ഓടി വന്ന് എന്റെ ചെക്കനെ ഞാൻ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞ് അവന്റെ കയ്യും പിടിച്ച് വലിച്ചെടുത്തോണ്ട് വാനിലേക്ക് ഓടുക. ഇവരങ്ങനെ വണ്ടി കയറി ആ കിട്ടിയ ചാവിയും കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അവിടുന്ന് 100 വിട്ടടിച്ച് പോവാണ്, എവിടെയും നിർത്താതെ. ആ സമയത്ത് ഹീറോ ചോദിക്കും ഹീറോയിനോട്, ഈ സാധനത്തിനെ പറ്റിയാണോ നീ എന്നോട് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന്. അവൾ അതേന്ന് പറഞ്ഞ് തലയാട്ട. ഇവര് നേരെ കുറെ ആൾക്കാരൊക്കെയുള്ള ഒരു ചെറിയ ടൗണിലേക്ക് പോവാണ്. അവിടെ ചെന്ന് വണ്ടി നിർത്തി അടുത്തുള്ള കഫേ കയറും. അവിടുന്ന് ഹീറോയിൻ ഈ ഹോണ്ടഡ് പുസ്തകമില്ലേ അത് ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുക. അതിലെ ഹോബോ കോഡിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കും. ഈ ഹോബോ കോഡ് ആദ്യകാലത്ത് റോഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലൂടെ യാത്ര ചെയ്തവർ വഴി മാറി പോകാതിരിക്കാൻ വേണ്ടി തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച സിഗ്നൽസ് ആണതൊക്കെ. അതിലെ ഡേഞ്ചർ സിഗ്നൽ ആയിരുന്നു ഇവർക്ക് ആ 3 സ്ക്രാച്ച് ആയിട്ട് കിട്ടിയത്. ആ സിഗ്നൽ ഉദ്ദേശിക്കുന്നത് പാസഞ്ചർ എന്ന് പറയുന്ന പണ്ട് ഈ യാത്രക്കാർ അങ്ങനെ വിശേഷിപ്പിച്ചിരുന്ന ഒരു ഡീമനെ പറ്റിയിട്ടാണ്. ഈ ഡീമൻ യാത്രക്കാരെ അപായപ്പെടുത്തി അവർ ആക്സിഡന്റിലേക്ക് നയിക്കും, എന്നിട്ട് കൊന്നുകളയും. അങ്ങനെയാണ് അവൻ അവന്റെ ആത്മാക്കളെ നേടുന്നത്. നമ്മൾ അവസാനം കണ്ട ആ കാറുകാരനില്ലേ, അയാളെ കൊന്നത് ഈ പാസഞ്ചറാണ്. നമ്മളവിടെ നിർത്തിയത് കൊണ്ട് അവന്റെ ശാപം നമ്മുടെ മേലെയും പതിഞ്ഞു. ഇത് കേൾക്കുമ്പോൾ ഹീറോ പറയാണ്, അയാൾ നമ്മുടെ വാനല്ലേ മാർക്ക് ചെയ്ത്, അങ്ങനെയാണെങ്കിൽ ഈ വാൻ കൊണ്ടുപോയി എവിടെയെങ്കിലും ഡംപ് ചെയ്തിട്ട് നമുക്ക് രക്ഷപ്പെട്ടാലോ, ആ ശാപം വാനോട് കൂടെ പോകില്ലേ. ഇത് കേട്ട് ഹീറോയിൻ, ഞാൻ വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അത് വണ്ടികളിൽ മാർക്ക് ചെയ്യുമെങ്കിലും വണ്ടിയല്ല എയിം ചെയ്യുന്നത്, അതിൽ യാത്ര ചെയ്ത യാത്രക്കാരെയാണ്. അങ്ങനെയാണെങ്കിൽ അവൻ നമുക്ക് പിറകെയാണ്, വണ്ടിക്ക് പിറകെയല്ല. അപ്പൊ ഹീറോ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കുക. ഹീറോയിൻ, എനിക്കറിയില്ല, അതിനെപ്പറ്റി ആ പുസ്തകത്തിൽ കൊടുത്തിട്ടില്ല, എനിക്ക് പേടിയാവുന്നുണ്ട്, ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഇവള് റെസ്റ്റ് റൂമിലേക്ക് പോകും. പെണ്ണ് നന്നായി പേടിച്ചിരിക്കുക. ഭയം കൊണ്ട് തന്നെ അവൾ മുഖമൊക്കെ കഴുകി തിരിയുമ്പം ചുമരിലുള്ളൊരു പടത്തില് അരിസോണ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പോസ്റ്റർ കാണും. ഇത് കണ്ട ഉടനെ അവൾക്ക് എന്തോ ഒരു വഴി കിട്ടിയ രീതിക്ക് ഹീറോയുടെ അടുത്തേക്ക് ഓടി വരാം. എന്നിട്ട് ഹീറോയോട് പറയും, നമുക്ക് ആ മുത്തശ്ശിയെ കണ്ടുപിടിക്കണം, ഡയാനയെ. അവർക്കിതിനെപ്പറ്റി എന്തൊക്കെയോ അറിയാം, അവരെന്നെ വാൺ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അവർ അരിസോണയിലേക്കാണ് പോയിരിക്കുന്നത്, ഫ്ലാഗ് സ്റ്റാഫിലേക്ക്. നമുക്കും അങ്ങോട്ട് പോകേണ്ടതുണ്ട്. അത് കേട്ട് ഹീറോ, എന്നാ പിന്നെ ഇപ്പൊ തന്നെ പുറപ്പെടാന്ന് പറയും. അതിന് ഹീറോയിൻ, രാത്രി വേണ്ട, ആ അമ്മച്ചി പറഞ്ഞിരുന്നു രാത്രി ഡ്രൈവ് ചെയ്യാൻ പാടില്ലാന്ന്, നമുക്ക് നേരം വെളുത്തുടനെ പോകാമെന്നും പറഞ്ഞ് ഇവർ ആ കഫേ തന്നെ രാത്രി കഴിച്ചു കൂട്ടിയിട്ട് പുലർച്ചെ സൂര്യന്റെ വെട്ടം കണ്ടുടനെ വാനും എടുത്ത് പുറപ്പെടുകയാണ്. പോകുന്ന വഴിയെ 1-2 ആക്സിഡന്റുകളും ഇവർ കാണുന്നുണ്ട്. എന്തായാലും അതൊക്കെ കഴിഞ്ഞപ്പോൾ 25 മൈലും കൂടെ പോയാൽ ഇവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തും. ഇപ്പൊ ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട്. മെല്ലെ ഇരുട്ടി തുടങ്ങി. എത്രയും പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് എത്തണം. ഇരുട്ടത്ത് എവിടെയെങ്കിലും കുടുങ്ങിപ്പോയാൽ കുഴപ്പമാണ്. എത്താൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഇവർ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്നാണ് വാനിന്റെ പുറകിലെ ടയർ പഞ്ചറാവുന്നത്. അതവർ പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. രണ്ടുപേരും കുറച്ചു നേരം പേടിച്ചിരിക്കുകയാണ് വണ്ടിയിൽ. അപ്പൊ ഹീറോ പറയും, നമ്മളിങ്ങനെ രാത്രി ഈ വിജന വീതിയിൽ ഇരിക്കുന്ന അപകടമാണ്, അതുകൊണ്ട് പുറത്തേക്കിറങ്ങി ടയർ നന്നാക്കി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടുന്നതാണ് ബുദ്ധി. കുറച്ച് സമയം വേണ്ടി വരുള്ളൂ, ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യാമെന്നും പറഞ്ഞ് ഹീറോ ടൂൾസൊക്കെ എടുത്ത് ആ ടയർ അഴിക്കാൻ നോക്കുക. 3-4 ബോൾട്ടൊക്കെ അഴിച്ച് താഴേക്ക് ഇട്ട് കഴിഞ്ഞു. സഹായത്തിനായിട്ട് ഹീറോയിനും കൂടെ നിൽപ്പുണ്ട്. അവള് പേടിച്ച് ചുറ്റും ലൈറ്റൊക്കെ അടിച്ച് നോക്കുകയാണ്. വലിയ കുഴപ്പത്തിന്റെ ലക്ഷണമൊന്നുമില്ല. ഇപ്പൊ ടയർ ഊരിക്കഴിഞ്ഞ് അടുത്ത ടയർ ഫിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഹീറോ മനസ്സിലാക്കുന്നത് താൻ അഴിച്ചു വെച്ച ബോൾട്ടുകളൊന്നും കാണുന്നില്ല. ചുറ്റും പരിശോധിക്കുമ്പോൾ ഈ ബോൾട്ടൊക്കെ വാനിന്റെ അടിയിലേക്ക് എങ്ങനെയോ പോയിരിക്കുന്നു. അതെങ്ങനെയാ മാറിപ്പോയെന്നറിഞ്ഞില്ല. എന്തായാലും അതെടുക്കാൻ വേണ്ടി ഇവൻ വാനിന്റെ അടിയിലേക്ക് നിരങ്ങി പോവാ. ഈ സമയത്ത് വാനിന്റെ പിറകിൽ നിന്നെന്തോ ശബ്ദം കേൾക്കാം. ഹീറോയിൻ ടോർച്ച് എടുത്ത് വാനിന്റെ പുറകിലേക്ക് മെല്ലെ ചെല്ലുകയാണ്. ആ നേരം വാൻ പൊക്കാൻ വേണ്ടി ഒരു ജാക്കി വെച്ചിട്ടുണ്ടല്ലോ,
അതിന്റെ നട്ട് മെല്ലെ ലൂസാവുന്നുണ്ട്. ഇവിടെ വാന്റെ പുറകിലേക്ക് ചെന്ന ഹീറോയിൻ ഒരു കരിഞ്ഞ കൈ വാന്റെ വാതിലിലൂടെ അകത്തേക്ക് പോകുന്നു കാണാം. ഇവളതും കണ്ട് പേടിച്ച് പിറകിലേക്ക് മാറുമ്പോൾ പിറകിലൊരു രൂപം നിൽക്കുന്നു. അടുത്ത സെക്കൻഡ് ഒരു കൈ അവളെ മുഖത്തോട് ചേർത്ത് വലിച്ചെടുത്തോണ്ട് പോകുന്ന കാണുന്നു. ഹീറോ ഇത് കണ്ട് നിലവിളിച്ച് അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വാനിന് വെളിയിലേക്ക് വരാൻ ശ്രമിക്കുക. പെട്ടെന്നായിരിക്കും ഈ ജാക്കി ലൂസായി വാൻ അവന്റെ കാലിലേക്ക് വീഴുന്നു. കാല് വാനടിയിൽ ലോക്കായി പോയി. ഇനി അത് വലിച്ചു പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. വലിച്ച കാലിലെ ഇറച്ചിയും തൊലിയെല്ലാം പറഞ്ഞു പോകും. അത് പറഞ്ഞു പോയാലും കുഴപ്പമില്ല. മിസ്സായി പോയ പെണ്ണിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഇവൻ കാലാ വണ്ടിയിൽ നിന്ന് ചീന്തി പുറത്തേക്ക് എടുക്കും. എന്നിട്ട് ഓടി വന്ന് ചുറ്റും നോക്കുമ്പോൾ കാമുകിയെ കാണുന്നില്ല. അവളെ കയ്യിലുണ്ടായിരുന്ന ആ സെന്റ് ക്രിസ്റ്റഫർ ലോക്കറ്റ് മാത്രം നിലത്ത് വീണ് കിടക്കുന്നു. ഇവൻ അതും എടുത്ത് പെട്ടെന്ന് തന്നെ വണ്ടിയുടെ ടയറിട്ട് പെണ്ണ് തെറിച്ചു പോയ ഭാഗത്തേക്കായിട്ട് വണ്ടി ഓടിച്ചു പോവാ. കുറെ ദൂരം ഇങ്ങനെ പോകുന്നുണ്ട്. ഈ നേരത്ത് ഹീറോയിൻ കണ്ണു തുറക്കുമ്പം അവൾ വേറെ ഏതോ ഒരു സ്ഥലത്താണ്. അവിടെ മറ്റൊരു കാർ ആക്സിഡന്റായി 2 ബോഡിയൊക്കെ കിടക്കുന്നുണ്ടാവും. ഇവളത് എന്താണെന്ന് അറിയാൻ വേണ്ടി അതിനടുത്തേക്ക് പോകുമ്പോൾ ഹീറോ വന്ന് വാൻ നിർത്തി അവളുടെ അടുത്തേക്ക് ഓടി വരിക. ഹീറോയെ കണ്ട സന്തോഷത്തിൽ അവളവനെ ചാടി കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നാൽ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാണ് അവൾക്ക് മനസ്സിലാകുന്നത് താൻ കെട്ടിപ്പിടിച്ചത് തന്റെ കാമുകനെയല്ല, ആ സിമന്റ് മോന്തിയുള്ള പ്രയത്തിനെയാണെന്ന്. അടുത്ത നിമിഷം ആ സൈത്താൻ ഇവളുടെ കൈകൾ രണ്ടും വിരിച്ചു പിടിച്ച് അവളുടെ ആത്മാവിനെ ഇവനിലേക്ക് ആവാഹിക്കാൻ വേണ്ടി നിൽക്കുക. എന്നാൽ ഭാഗ്യത്തിന് ആത്മാവ് വിട്ടു പോകുമ്പോഴേക്കും ശരിക്കുള്ള കാമുകൻ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. അവൻ വാൻ വളച്ചു നിർത്തി ഓടി വന്ന് പെണ്ണിനെ കെട്ടിപ്പിടിക്കുക. അതോടെ പ്രേതം അവിടുന്ന് കാണാതെ പോയി. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണമെന്നും പറഞ്ഞ് ഇവൻ പെണ്ണിനെയും പിടിച്ച് വലിച്ച് വണ്ടി കയറ്റി വീണ്ടും ഒരു വേഗത്തിൽ ഓടിച്ചു പോവാ. എങ്ങനെയൊക്കെയോ അവസാനം അമ്മച്ചി പറഞ്ഞ സ്ഥലത്തേക്ക് ഇവരെത്തിപ്പെട്ടു. അവിടെ വേറെയും കുറച്ച് ആൾക്കാരുണ്ട്, ഇതുപോലെ വണ്ടിയായിട്ട് നടക്കുന്ന കുറച്ചധികം ആൾക്കാർ. നമ്മുടെ കപ്പിള് അങ്ങോട്ട് ചെന്ന് അവിടെ കാണുന്നവരോടൊക്കെ ഡയാന അമ്മൂമ്മേനെ അറിയുമെന്ന് ചോദിക്കും. അവരാരും അറിയില്ല എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അവരങ്ങനെ പറയണമെന്ന് മനസ്സിലായില്ല. എന്തായാലും ഇവർ കുറേ ആൾക്കാരോട് ചോദിക്കുന്ന കാണുമ്പോൾ ആ അമ്മച്ചി എന്നെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഹീറോ പറയും എന്തോ ഞങ്ങളെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഇത് കേട്ടുടനെ അമ്മച്ചി പേടിച്ചിട്ട് ബാക്കിയുള്ള ജിപ്സികളോടൊക്കെ വിളിച്ച് പറയാണ്, എല്ലാവരും വാനകത്തേക്ക് കയറൂ, ഈ എരണം കെട്ട പിള്ളേര് ആ സൈത്താനിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്, ഇനി ആരും ഇവിടെ നിൽക്കണ്ട, നമുക്ക് വിട്ടടിച്ച് പോകാമെന്നും പറഞ്ഞ് ഇവരെല്ലാം വണ്ടിയെടുക്കാൻ തയ്യാറായിട്ട് ഓടുകയാണ്. അപ്പൊ ഹീറോയിൻ ആ അമ്മച്ചിയുടെ പുറകെ ചെന്നിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് വല്ല വഴിയും പറഞ്ഞ അമ്മച്ചി, ഞങ്ങൾ പെട്ടിരിക്കുകയാണെന്ന് പറയും. അപ്പൊ അമ്മച്ചി, രക്ഷപ്പെടാനുള്ള വഴിയൊന്നും എനിക്ക് അറിയാൻ പാടില്ല, അതൊരു ഹൈവേ മാനാ, നരകത്തിന്ന് വന്ന ഹൈവേ മാൻ, അവൻ യാത്രക്കാരുടെ ആത്മാവിനെയാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്, എനിക്കതിനെപ്പറ്റി അധികം അറിയില്ല, അതൊരു സൈത്താനാണെന്ന് മാത്രം അറിയാം. നിങ്ങളത് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് കൊണ്ടുപോകും. മാർക്ക് ചെയ്ത ആൾക്കാർ 2 ദിവസം പോലും താങ്ങാറില്ല. എന്നിട്ടും നിങ്ങൾക്ക് ഇത്രയും ദിവസമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അത് മനസ്സിൽ വേറെന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ വണ്ടി നിർത്തിയത് കൊണ്ടാണ് അത് നിങ്ങളെ പിക്ക് ചെയ്ത്. നിങ്ങൾ റൂൾസ് ഫോളോ ചെയ്തില്ല. ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഇവിടുന്ന് വിട്ടുപോയിക്കോ, ഞങ്ങളെ ജീവനും കൂടെ ആപത്തിലാക്കണ്ടെന്നും പറഞ്ഞ് അമ്മച്ചി വണ്ടി പാക്ക് ചെയ്യുക. അപ്പൊ ഹീറോയും പറയും, എന്നെ കൊണ്ട് അതിനെ ഉപദ്രവിക്കാൻ കഴിഞ്ഞു. എന്റെ കയ്യിൽ സെന്റ് ക്രിസ്റ്റഫറുടെ ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിനെ തൊട്ടപ്പോ അതിന്റെ കൈ പൊള്ളി അത് പേടിച്ച് ഓടിപ്പോയി. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ തുരത്താൻ പറ്റില്ലേ, അതൊരു വഴിയല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ട അമ്മച്ചി, നീ പറയുന്ന അനുസരിച്ച് എനിക്കൊരു പഴയകാല കഥ അറിയാം. പണ്ട് ഇതുപോലൊരു ട്രക്ക് ഡ്രൈവറെ ഈ സൈത്താൻ കണ്ണുവെച്ചതാ. അയാൾ മാത്രമേ ജീവനോടെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അയാൾ രക്ഷപ്പെട്ടതാവട്ടെ സെന്റ് ക്രിസ്റ്റഫറുടെ ചർച്ചിലേക്ക് ഓടിക്കയറിയിട്ട. ആ ചർച്ച് ഇവിടെ ഗ്രാൻഡ് ജംഗ്ഷനിലാണുള്ളത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞാൽ ഈ സൈത്താൻ ഇന്ന് രക്ഷപ്പെടാൻ കഴിയുമായിരിക്കാം. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയിക്കോളൂ, വഴിയൊന്നും എനിക്ക് അറിയാൻ പാടില്ല, വഴി നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുമെന്ന് പറയാം. അപ്പൊ ഇവര്, ഞങ്ങൾ പിള്ളേരല്ലേ, ഏത് വഴിയാ പോണ്ടേന്ന് പോലും അറിയില്ല, ദയവ് ചെയ്ത് വഴി കാണിച്ചു തരാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പൊ അമ്മച്ചി പാവം തോന്നി, എന്നാ പിന്നെ പുറപ്പെട്, ഞാൻ കാണിച്ചു തരാം, ഞാൻ വഴി കാണിച്ചു തന്നിട്ട് പിന്നെ ഞാൻ എന്റെ വഴിയെ പോകും, നിങ്ങൾ ആ ചർച്ചിന്റെ വഴിയെ പോകണമെന്ന് പറയും. ഇവര് ശരിയെന്ന് സമ്മതിച്ച് രണ്ടുപേരും അവരവരുടെ വണ്ടി എടുക്കുകയാണ്. ഈ ചർച്ച് കണ്ടുപിടിക്കണമെങ്കിൽ സയൻസ് നോക്കി പോകണമെന്നും കൂടെ അമ്മച്ചി പറയുന്നുണ്ട്. ഇവര് വണ്ടി എടുക്കുമ്പോഴേക്കും വലിയൊരു കൊടുങ്കാറ്റ് അങ്ങോട്ട് അടിക്കുന്നുണ്ട്. സോ ആ സൈത്താൻ ഇവിടം വരെ എത്തിക്കഴിഞ്ഞു, ഇനി ഒരു നിമിഷം അവിടെ നിൽക്കാൻ പാടില്ല, പെട്ടെന്ന് വണ്ടി എടുക്കുന്നും പറഞ്ഞ് അമ്മച്ചി വാൻ സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്ത് തുടങ്ങി. നമ്മുടെ പിള്ളേർ അപ്പോഴാണ് ഓടി വന്ന് വണ്ടി കയറുന്നത്. ഇവര് വണ്ടി കയറുമ്പോഴേക്കും അമ്മച്ചിയുടെ വാൻ കൊണ്ടുവന്ന് ഇവരുടെ മുന്നേ നിർത്തിയിട്ട് വേഗം ഇവിടുന്ന് പുറപ്പെടുമെന്ന് പറയും. അടുത്ത നിമിഷം അമ്മച്ചിയുടെ തല 2 തുണ്ടായിട്ടാണ് കാണുന്നത്. ഈ സൈത്താൻ അമ്മച്ചിയുടെ വണ്ടിക്കകത്ത് കയറി അതിനെ കൊന്നുകളഞ്ഞു. പാവത്തിന് ഇവരെ സഹായിക്കാൻ നോക്കിയതാ. ഇപ്പൊ നമ്മുടെ കപ്പിള് കരഞ്ഞുകൊണ്ട് അവിടുന്ന് വണ്ടി ചവിട്ടി വിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുക. കിട്ടിയ വഴിയിലൊക്കെ അവർ പാഞ്ഞു പോകും. അവസാനം ഒരു പെട്രോൾ പമ്പിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. പെണ്ണ് കരഞ്ഞുകൊണ്ട് ഹീറോയെ കെട്ടിപ്പിടിക്കുകയാണ്. ഞാൻ കാരണമാണല്ലോ ആ അമ്മച്ചി മരിച്ചെന്ന് പറഞ്ഞിട്ട്. കുറച്ചു നേരം അവരവിടെ നിന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയെങ്കിലും ആ ചർച്ച് കണ്ടുപിടിക്കണമെന്ന് ഹീറോയും പറയാണ്. ഇത് കേട്ട ഹീറോ, ഇങ്ങനെ കാത്തിരുന്ന് മരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ആ ചർച്ച് കണ്ടുപിടിച്ച് പോരാടി മരിക്കുന്നതാണ്. ഞാൻ വണ്ടിയിൽ ഗ്യാസ് നിറയ്ക്കാം, നീ വേണ്ട സപ്ലൈസ് എടുക്കുക, നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പുറപ്പെടാമെന്നും പറഞ്ഞിട്ട് ഇവർ വണ്ടി നിറയെ എണ്ണയടിച്ച് കഴിക്കാനുള്ള ഭക്ഷണവും വാങ്ങിച്ച് കുറെ സെന്റ് ക്രിസ്റ്റഫറുടെ ലോക്കറ്റും വാങ്ങിക്കും. എന്നിട്ട് ഇതെല്ലാം വണ്ടി കെട്ടിത്തൂക്കി ബാക്കി സാധനങ്ങളും എടുത്ത് അവിടുന്ന് പുറപ്പെടുക. ഇപ്പൊ പകൽ വെളിച്ചായതുകൊണ്ട് വലിയ കുഴപ്പമില്ല.
ഇങ്ങനെ ഇവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സെന്റ് ക്രിസ്റ്റഫറുടെ ചെറുപ്പകാലത്തെ കഥ നമ്മുടെ ഹീറോ വായിക്കുന്നു. അതില് സെന്റ് ക്രിസ്റ്റഫർ ചെറുതായിരുന്നപ്പോൾ വഴി തെറ്റിപ്പോയി. ഒരു സന്യാസിയുടെ രൂപത്തിൽ ഏതോ ഒരാൾ സഹായിക്കാൻ വേണ്ടി കൂടെ വന്നു. എന്നിട്ട് വഴി കാണിച്ച് വിളിച്ചോണ്ട് പോവാ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ക്രിസ്റ്റഫർക്ക് മനസ്സിലായത് തന്റെ കൂടെയുള്ളതും സന്യാസിയല്ല, സാത്താനാണെന്ന്. ആ സാത്താനിൽ നിന്ന് ദൈവസഹായത്തോടെ ക്രിസ്റ്റഫർ രക്ഷപ്പെട്ടു. ദൈവം ക്രിസ്റ്റഫറെ യാത്രക്കാരുടെ വഴികാട്ടിയാക്കി മാറ്റി. നരകത്തിന്ന് ഒരാളെ വഴിതെറ്റിക്കാൻ സൈത്താൻ പറഞ്ഞു വിട്ടപ്പം ദൈവം വഴി കാണിക്കാൻ വേണ്ടി ഒരു വിശുദ്ധനെയും പറഞ്ഞു വിട്ടു. അതാണ് സെയിന്റ് ക്രിസ്റ്റഫർ. ഈ സൈത്താൻ ഒരുപാട് നാളായി ഇതേ റോഡുകളിൽ തന്നെയുണ്ട്. ഇതൊക്കെ അവർ സംസാരിച്ച് ഇങ്ങനെ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോവാണ്. ഏത് വഴിയെ പോയാലാണ് ചർച്ചിലേക്ക് എത്താൻ പറ്റുകയെന്ന് ഇതുവരെ ഇവർക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കപ്പിൾസ് പെട്ടെന്ന് ഉറക്കം വന്ന് അവരുടെ കണ്ണടഞ്ഞു പോവാ. കണ്ണ് തുറക്കുമ്പോൾ നേരെ ഇരുട്ടായി കഴിഞ്ഞു. എങ്ങനെയാണ് ഇവരുടെ കണ്ണടഞ്ഞു പോയത്, എങ്ങനെയാണ് ഇവർ ഇരുട്ടിലേക്ക് എത്തിയത് എന്നൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഇരുട്ടാണ്. ഏതോ വിജനമായ സ്ഥലത്തൂടെയാണ് അവരുടെ വാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ രാത്രി വിജനമായ സ്ഥലത്ത് അവർ എത്തിപ്പെട്ടാൽ മൃത്യു ഉറപ്പാ. അതുകൊണ്ട് വണ്ടി എത്രയും പെട്ടെന്ന് തിരിച്ചു വിടുന്ന ഹീറോ പറയും. അതനുസരിച്ച് ഇവള് വണ്ടി തിരിക്കാൻ നോക്കുക. വണ്ടിയിലെ എണ്ണയൊക്കെ ഏകദേശം തീർന്നു കഴിഞ്ഞു. ഇനി കുറച്ചേ ഉള്ളൂ ബാക്കി. കിട്ടിയ ജീവനും കൊണ്ട് ഇവരടുത്തുള്ള ഏതെങ്കിലും ടൗണിലേക്ക് പോകാൻ വേണ്ടി വണ്ടി ചവിട്ടി വിടുക. ആ സമയത്തായിരിക്കും തിരികെ പോകുന്ന വഴിയെ ഒരു വലിയ ബോർഡ് ഇവർ കാണുന്നു. അതൊരു സാധാരണ ബോർഡാണ്. ട്രാവൽ ഇൻ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞ ഒരു സാധാരണ ബോർഡ്. എന്നാൽ ഈ ബോർഡിന് താഴെയായി ഒരു സിമ്പൽ കാണുന്നുണ്ട്. ഇവർ നേരത്തെ കണ്ട ഹോബോ സൈനിൽ കാണിച്ചതുപോലത്തെ സിഗ്നൽ. അത് കാണുമ്പോൾ ഹീറോയിൻ വണ്ടി ചവിട്ടി നിർത്തുകയാണ്. ഈ സിഗ്നലാണ് നമ്മുടെ വഴികാട്ടി, നമുക്ക് ഇതുവഴിയെ പോകാമെന്ന് ഹീറോയിൻ പറയും. എന്നാൽ അതുവഴിയെ ശരിക്കും ഒരു വഴിയേ ഇല്ല, വെറും കുറ്റിക്കാട് മാത്രമാണ്. ഒരുപക്ഷെ ഈ സിഗ്നൽ ആ ഡീമൻ നമ്മളെ പറ്റിക്കാൻ വേണ്ടി വരച്ചാണെങ്കിലോ? അങ്ങനെയാണെങ്കിലും നമുക്ക് വേറെ വഴിയില്ല, ഇപ്പൊ രക്ഷപ്പെടാൻ ഈ ഒരു മാർഗ്ഗേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ആ സിഗ്നൽ കാണിച്ച വഴിയിലൂടെ ഹീറോയിൻ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോവാ. ഇങ്ങനെ ഇവർ പോകുന്ന സമയം വണ്ടിയിലെ റേഡിയോ ഒക്കെ തനിയെ ഓണായി വലിയ ശബ്ദമൊക്കെ ഉണ്ടാക്കി ഇവരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ആ റേഡിയോയും തല്ലിപ്പൊട്ടിച്ച് വീണ്ടും ഒരു മുന്നോട്ട് പോകും. അപ്പോൾ ഒരു പഴയ വണ്ടിയുടെ ഡോറിൽ ഇതേ സെയിം സിഗ്നൽ മറ്റൊരു സ്ഥലത്തൂടെ കാണുന്നുണ്ട്. അതനുസരിച്ച് അവർ വീണ്ടും മുന്നോട്ട് പോവാണ്. ഭാഗ്യത്തിന് ഇപ്പോൾ ഒരു മണ്ണ് റോഡ് ഇവരുടെ മുന്നിലായി കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇവർ ആ റോഡിലൂടെ മുന്നോട്ട് പോകും. ചെന്നെത്തിപ്പെടുക പഴയ കാറുകളുടെ ജങ്ക്യാർഡിലാണ്. ഒരുപാട് കാറുകളൊന്നുമില്ല, എന്നാലും ആരും ശ്രദ്ധിക്കാതെ കുറേ കാലമായി പഴകി കിടക്കുന്ന ഒരു 8-10 കാറുകൾ. ഇതിനിടയിലൂടെ വണ്ടി ഓടിച്ചു പോകാൻ പറ്റില്ല, വഴി അറിയില്ല. അതുകൊണ്ട് ഹീറോ ഇവരെ വാനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഹീറോയിന് വഴി കാണിച്ചു കൊടുക്കുക. ഇവരെ പോലെ തന്നെ നേരത്തെ രക്ഷപ്പെടാൻ വന്ന കാറുകളാണോ അതെന്നറിയില്ല. എന്തായാലും പേടിച്ച് അവർ മുന്നോട്ട് പോകുന്നു. പെട്ടെന്നാണ് ഈ വഴി കാണിച്ചു കൊടുക്കാൻ ഇറങ്ങിയ ഹീറോ എന്തോ കണ്ട് പേടിച്ച് നിൽക്കുന്നതായിട്ട് കാണാം. ഹീറോയിൻ വാനിൽ നിന്നിറങ്ങി എന്തു പറ്റിയെന്ന് അടുത്ത് ചെന്ന് ചോദിക്കുമ്പം ഹീറോ മുന്നോട്ട് കാണിക്കും. ദൂരെയായി ആ ചർച്ച് നിൽക്കുന്ന കാണാം. എന്നാൽ അതിനു മുന്നേ ആയിരക്കണക്കിന് ഡെഡ് ബോഡികൾ കിടക്കുന്നു. ഇതെല്ലാം കടന്നെങ്ങനെയാണ് അവരങ്ങോട്ട് പോവുക? അപ്പൊ ഹീറോ പറയും, ഈ ഡെഡ് ബോഡികളെ നമുക്ക് കാണിച്ചു തരുന്നത് ആ സൈത്താന്റെ വേലയാ, നീ അത് കാര്യമാക്കി എടുക്കണ്ട, അതിന് മോളിൽ കൂടെ ഓടിച്ചു പോയിക്കോ. ഇത് കേട്ട ഹീറോയിൻ വാനും എടുത്ത് ആ ബോഡികളുടെ മോളിൽ കൂടെ തന്നെ അവരെ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോവാണ്. ഒരു സ്ഥലം കഴിയുമ്പോഴേക്കും ഇവര് വണ്ടി തൂക്കിയിട്ടിരുന്ന ആ സെന്റ് ക്രിസ്റ്റഫറല്ലേ, അതിന്റെ ലോക്കറ്റുകളെല്ലാം പിറകിലേക്ക് പറന്നടിച്ചു പോകും. ഇവരെ വണ്ടിയുടെ പിൻവാതിൽ ഇപ്പൊ തുറന്നു കിടക്കുക. അതിലൂടെ നോക്കുമ്പം ദൂരെയായിട്ട് ആ സൈത്താൻ നിൽക്കുന്ന കാണാം. ഹീറോ നീ ശ്രദ്ധിക്കണ്ട, വണ്ടി മുന്നോട്ട് ഓടിച്ചു പോയിക്കോന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോയി ആ ഡോർ അടയ്ക്കും. അടച്ച് തിരിയുമ്പോഴാണ് ഇവരെ വണ്ടിക്കകത്ത് തന്നെ വന്നു ആ സൈത്താൻ. അത് ഹീറോയെ വണ്ടിക്കകത്തിട്ട് പൊതിരെ തല്ലുക. ഹീറോ തന്റെ കയ്യിലുള്ള ലോക്കറ്റ് കാണിച്ച് അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഡെവിള് ഹീറോയുടെ കയ്യും കാലും ഒക്കെ ഓടിച്ച് അവനെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് തള്ളി തെറിപ്പിക്കും. താൻ തെറിച്ചു പോകുന്നു മനസ്സിലാക്കിയ ഹീറോ അവൻ പുറത്തേക്ക് വീഴുന്നതിന് മുന്നേ ആയിട്ട് വണ്ടി ഒരിക്കലും നിർത്തരുത്, ചർച്ച് വരെ എന്തായാലും മുന്നോട്ട് പോകുന്നും പറഞ്ഞാണ് പിറകിലേക്ക് തെറിച്ചു വീഴുന്നത്. അത് കേട്ട പെണ്ണ് വണ്ടി വീണ്ടും ശക്തിയായി മുന്നോട്ട് ചവിട്ടി വിട്ടു പോവാ. ഇപ്പൊ ആ സൈത്താൻ ചെറുക്കനെ തല്ലി തെറിപ്പിച്ചിട്ട് പെണ്ണിനെ പിടിക്കാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരിക. ഇവള് വണ്ടി ഓടിച്ച് ഏകദേശം ചർച്ചിനടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷെ അപ്പോഴേക്കും സൈത്താൻ പുറകിന്ന് പെണ്ണിനെ പിടിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ കൊണ്ടുവരികയാണ്. ചർച്ച് എത്തുന്നതിന് മുന്നേ തന്നെ അയാൾക്ക് എന്തായാലും ഹീറോയിനെ പിടിക്കാൻ പറ്റും. അപ്പം നമ്മുടെ വില്ലത്തി എന്താ ചെയ്യാന്ന് വെച്ചാല് ചർച്ച് ഗ്രൗണ്ടിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അത്രയും വേഗത്തിൽ വന്നിരുന്ന വാൻ ഒറ്റ ചവിട്ടിന് നിർത്തുക. ഉടനെ ഈ സൈത്താൻ വണ്ടിയുടെ ഗ്ലാസും പൊട്ടിച്ച് ചർച്ച് ഗ്രൗണ്ടിലേക്ക് തെറിച്ചു വീഴും. സൈത്താൻ ലോജിക്കലായിട്ട് നോക്കുമ്പം ആവിയായിട്ട് പോകേണ്ടതാണ്. എങ്ങനെയാണ് ഗ്ലാസ് പൊട്ടിച്ച് തെറിച്ച് വീഴണമെന്ന് അറിയില്ല. പിന്നെ ഇത് ഡോറൊക്കെ തുറന്നിട്ടാണ് അകത്തേക്ക് വരുന്നത്, മനുഷ്യന്മാരെ പോലെ. ഇടയ്ക്ക് മാത്രമാണ് പ്രേതത്തിന്റെ മായാജാല വിദ്യകളൊക്കെ ഉള്ളു. ബാക്കി സമയത്തൊക്കെ മനുഷ്യന്മാരുടെ ഒരു പെരുമാറ്റം, ഒരു മാനം കെട്ട പ്രേതമാണത്. എന്തായാലും ഇപ്പം ഇത് ആ ഹോളി ഗ്രൗണ്ടിലേക്ക് വീണിട്ടുണ്ട്. ഈ ഹോളി ഗ്രൗണ്ടിലേക്ക് വീണ് കഴിഞ്ഞാൽ അതിന്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങും. അതിപ്പോൾ വെന്തുരുകുന്ന അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുക. എഴുന്നേൽക്കുമ്പോഴൊക്കെ പുട്ടുകുറ്റിന്ന് വരുന്ന പുക പോലെ നല്ല ആവി പറക്കുന്നുണ്ട്. ഇവളാ പുട്ടുകുറ്റീനെ ഇടിച്ചെടുത്തോണ്ട്
എടുത്തുകൊണ്ട് നേരെ സെന്റ് ക്രിസ്റ്റഫർ ചർച്ചിനകത്തേക്ക് ഇടിച്ചു കയറ്റുക. നേരെ വിശുദ്ധന്റെ സ്റ്റാച്ചുവിന് താഴെ കൊണ്ടുപോയി വണ്ടി ഇടിച്ചു നിർത്തും. വിശുദ്ധന് മേലെ പെട്ടുടനെ കിളവന്റെ ശരീരമൊക്കെ ഉരുകാൻ തുടങ്ങി. എന്നാൽ അത് പൂർണ്ണമായി ചത്തിട്ടില്ല. ബാക്കിയുള്ള ജീവനും കൊണ്ട് അത് നമ്മുടെ പെണ്ണിനെ പിടിക്കാൻ വരിക. ഉടനെയുള്ള വണ്ടി റിവേഴ്സ് എടുത്ത് വീണ്ടും ആ സൈത്താന്റെ ബോഡിയും കൊണ്ട് മുന്നിലേക്ക് ആഞ്ഞ് ചവിട്ടി വിടുക. അപ്പൊ ക്രിസ്റ്റഫറുടെ കുന്തം ഇയാളെ നേർക്കായിരിക്കും നീട്ടി നിൽക്കുന്നു. ആ കുന്തത്തിലേക്ക് പെണ്ണി സൈത്താൻ ഇടിച്ചു കയറ്റും. കുന്തം പള്ളയെ തറച്ചു കയറുമ്പം സൈത്താൻ പൂർണ്ണമായി ഉരുകി ഉടഞ്ഞ് കത്തി നശിച്ചു പോവാണ്. സൈത്താന്റെ ഒപ്പം തന്നെ ആ ചർച്ചും കത്താൻ തുടങ്ങി. അപ്പോഴായിരിക്കും ഹീറോ തീയുടെ ഉള്ളിലേക്ക് ഓടി വന്ന് നമ്മുടെ പെണ്ണിനെയും രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഇതെല്ലാം കഴിയുമ്പോഴേക്കും നേരം പിലർന്നു തുടങ്ങി. ഇപ്പൊ ഹീറോ തന്റെ വണ്ടിയൊക്കെ കത്തി നശിക്കുന്ന കണ്ടിട്ട് നമ്മുടെ കയ്യിലുള്ള എല്ലാം പോയി എന്ന് പറയും. അതിന് ഹീറോയിൻ ഇല്ല, എല്ലാം നഷ്ടപ്പെട്ടിട്ടില്ല, ഇതിന്റെ കയ്യിൽ ഇനിയും ബാക്കിയുണ്ടായിരുന്നു എന്നും പറഞ്ഞ് അവൻ കൊടുത്ത റിങ് കാണിച്ചു കൊടുക്കുക. അവനത് അവൾക്ക് ഇട്ടുകൊടുക്കും. എന്നിട്ട് പറയാണ്, ഇനി നമുക്ക് വാനൊന്നും വേണ്ട, എവിടെയെങ്കിലും ഒരു വീട് വാങ്ങിച്ച്, അതും ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ ഒരു വീട് വാങ്ങിച്ച് അടുത്തുള്ള ഓഫീസിൽ ജോലി ചെയ്ത് ആ വീട്ടിൽ തന്നെ താമസിച്ചാൽ മതി. ഇനി ഇമ്മാരി ട്രിപ്പിനൊന്നും എനിക്ക് പോകാൻ താല്പര്യമില്ല, ഒരു കുടുംബമായി നമുക്ക് അവിടെ തന്നെ കഴിയാമെന്നും പറഞ്ഞ് പെണ്ണിനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കും. അവിടെ വെച്ച് പാസഞ്ചർ എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ.